ഇന്നലെ എന്ത് പറഞ്ഞു? വസിൽ ഇലാ ഖൈറിൽ മശായിഖി ഉരിഫ് ഫതസ്തഹിഖുൽ അമലല്ലദി ഉസിഫ്. ഖൈറുൽ മശായിഖിലേക്ക് നീ ചേരണം എങ്കിൽ പറയപ്പെട്ടതായ അമലിനെ നീ ബന്ധമാക്കും. താബിഈനെ കൊണ്ട് കിട്ടിയ ബന്ധം സ്വന്തം കിട്ടിയ ബന്ധം പോലെയാണ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് മശായിഖിൽ നിന്ന് ഖൈറായ ആളിലേക്ക്, ഉത്തമരായ ആളിലേക്ക് നീ ചേർന്ന് നിൽക്കണം. അപ്പോൾ അവരിലൂടെ കിട്ടിയ ബന്ധം നിനക്ക് സ്വന്തം കിട്ടിയ ബന്ധം പോലെയാണ്. ഒമാ സിവന്ന ഇബി മിമ്മ ഉല്ലിഖ ഫലൈസ ജയ്യിദൻ കമാ തഹഖഖ 255. ഒമാ സിവന്ന ഇബി, നായിബല്ലാത്ത ഒന്ന്. ആ അല്ലാത്ത ഒന്നെന്തിനാൽ, അവനെന്തിനാൽ? നായിബല്ലാത്ത ഒന്ന്. മിമ്മ ഉല്ലിഖ, മുടക്കമാക്കപ്പെട്ട ഒന്നിനാൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ അർത്ഥാണ് വെക്കുന്നത്. ചിലപ്പോൾ അയാൾ മുറാദ് ബാരയ്ക്കു ചൊല്ലുകയുള്ളൂ. എൻ്റെ ഷർഹെന്തും ഇല്ല ഇവിടെ. വല്ലാഹു അലം. ഇതുവരെ പറഞ്ഞത് ഖൈറായ മശായിഖിലേക്ക്, മുർഷിദിലേക്ക് ചേരണം എങ്കിൽ നിനക്ക് നല്ല നന്മയെല്ലാം കിട്ടും. അവരെ കൊണ്ട് കിട്ടിയ ബന്ധം സ്വന്തം കിട്ടിയ ബന്ധം പോലെയാണ്. ഒമാ സിവൻ നായിബി, ഇയാളൊരു നായിബ് പോലെയാണ്, നായിബല്ലാത്ത ഒന്ന്. ഒമാ സിവൻ നായിബി, നായിബ് അല്ലാത്ത ഒന്ന്. എന്തിനാൽ? മിമ്മാ ഉല്ലിഖ, അത് മുടക്കപ്പെട്ടതിനാൽ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല, തഅലീഖാക്കപ്പെട്ടു. ഫലൈസ ജയ്യിദൻ, അത് നല്ലതല്ല. കമാ തഹഖഖ, അത് നേരത്തെ ഉറപ്പായതുപോലെ, മനസ്സിലായതുപോലെ നല്ലതിനെന്നെ പിടിക്കണു, ഖൈറുൽ മശായിഖിലേക്ക് തന്നെ ചേരണമെന്ന് പറഞ്ഞു. നായിബായ, നിനക്ക് പകരം നിൽക്കുന്ന ഒരാൾ ഷെയ്ഖാകാം, അവരല്ലാത്ത ഒന്നു നല്ലതല്ല എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അലം. വമാ സിവന്നായിബി മിമ്മാ ഉല്ലിഖ ഫലൈസ ജയ്യിദൻ കമാ തഹഖഖ വസ്ലുക് സബീലസ് സാലികീന സാത്തിഅ വബഅദ ദാക്കൽ ഖബറ അദ്കുർ റാഫിഅ. കിട്ടില്ല? വസ്ലുക്, നീ കടക്കണം. വസ്ലുക്, നീ കടക്കണം. സബീലസ് സാലിക്കീന, സാലിക്കീങ്ങളുടെ വഴി എന്താക്കണം? കടക്കണം എന്ന് പറഞ്ഞാൽ നല്ല വഴിയിൽ കടക്കുന്ന മഹാന്മാർ, സ്വാലിഹീങ്ങളുടെ വഴിയിലാണ് നീ കടക്കേണ്ടത്. സാത്യാൻ, ആ വഴി തന്നെ ഉയർന്നതായ നിലക്ക്, തിളങ്ങുന്നതായ നിലക്ക് നല്ല ആളുകളുടെ വഴിയുണ്ട്, അതിൽ നീ കടക്കണം. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ എന്ന് ശാഫി ഇമാം പറഞ്ഞു. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ അവരിൽപ്പെട്ട ആളല്ല. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, എന്തിനാണ് സ്നേഹിക്കുന്നത്? അവരെ കൊണ്ട് എനിക്ക് ഷഫാഅത്ത് കിട്ടണം. അതിന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശിഷ്യൻ മറുപടി പറഞ്ഞു, തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ ആരിൽപ്പെട്ട ആളല്ല എന്നാണ് പറയുന്നത്. ഞാൻ സ്വാലിഹ്, ഞാൻ കളിച്ചെങ്കിൽ നല്ലൊട്ടി കളിച്ചെങ്കിൽ കിട്ടുണ്ടല്ലോ ചെന്നുകൊണ്ടുള്ളേ, അങ്ങനെ കിട്ടണമെന്നാണ് അള്ളാഹുടെ സ്പെഷ്യൽ ആളായിട്ട് വേണ്ടേ. അങ്ങനെ എന്തില്ല. തവാദുവും ചൊല്ലയ്ക്ക് വിനയം. ഒരാൾ എത്ര കണ്ട് ഉയരുന്നോ അത്ര കണ്ട് എന്താവും? അയാൾ താന്നു. അങ്ങനെ എത്ര കണ്ട് ഉയർറ അയാൾ സ്വന്തത്തിൽ എന്താവും? അങ്ങനെ ദ്വാർക്കണം. അള്ളാഹുവെ നൻ്റെ നഫ്സിൽ നൻ്റെ നീ എന്താക്കുന്നു? ചെറുതാക്കും. ആൾമാരുടെ ദൃഷ്ടിയിൽ എൻ്റെ വലുതാക്കും, തൊന്തര എന്തില്ല. പക്ഷെ ആൾമാർ വലുതാക്കുമ്പോഴും നീ എന്താവണം? സുലഭെന്തില്ലേ. വഹിബ്ബു സ്വാലിഹീന, ഷാഫി ഇമാം സ്വാലി അല്ലേ, പിന്നെ അറബ് സ്വാലി. ഓ ഷാഫി ഇമാമിൻ്റെ ആവണ്ടല്ലേ ഇപ്പോൾ തങ്ങ്. വഹിബ്ബു സ്വാലിഹീന, സ്വാലിഹീങ്ങൾ അതിനെ തവാദുകളുടെ വിനയം. അപ്പം അങ്ങ് ആ പലക്കെ ചൊല്ലുമ്പോൾ എന്താ ചവിട അങ്ങനത്തെ അങ്ങാണ്ട് നാണേ വലിയ ബമ്പ ചൊന്നടക്കില്ല. നാണാറ് നണ്ടൊട്ടിയെ കളിച്ചെങ്കിൽ വിടില്ലേ, പഠിച്ചോണ്ട് വിടില്ലേ. നണ്ടൊട്ടിയെ കളിച്ചെങ്കിൽ ആറ് വിടില്ലേ. ഒരു വർഷത്തൊക്കെ കിട്ടി ഞാൻ അങ്ങനെ ചൊല്ലത് കേട്ടേ ചില മഹാന്മാർ ಏನല്ലേ അങ്ങ് ജണ്ടാൾ നണ്ടൊട്ടിയെ കളിച്ചാറ്, അതുകൊണ്ട് ജണ്ടാൾക്ക് കിട്ടിത്തല്ല വർഷ പൂർത്തി. അപ്പോൾ കാത്തോണ്ടിക്കണം എനിക്ക് എന്തെങ്കിലും കിട്ടണോ. ഇതെന്ത് മഹാനപ്പോൾ? അത് ഇണ്ടത്തെ മഹാൻ, അണ്ടത്തെ മഹാൻ അങ്ങനല്ല. വഹിബ്ബു സ്വാലിഹീന, സ്വാലിഹീങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അവരിൽപ്പെട്ട ആളല്ല. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും, നിങ്ങൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആരെന്നെ? സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളെന്നെ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞു. ആ ബൈത്ത് തേടണം. എന്തിനാ ചെന്നിപ്പം? വഹിബ്ബു സ്വാലിഹീന, ഷാഫി ഇമാമിൻ്റെ ബാക്കിയുള്ള കിതാബ് ഉണ്ടല്ലോ കോടമ്പൂർ എഴുതി, അതിലുണ്ടാ നോക്കൂ, അല്ലെങ്കിൽ ഉണ്ടാവും. ഷാഫി ഇമാമിനെ പറ്റി പറയുന്ന കിതാബുകളിൽ ഉണ്ടാവും, നോക്കാം. വഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും, പിന്നെ തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും, അതിനപ്പുറം ഒരു ഇറങ്ങും. തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. തുഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയും.
അപ്പോൾ സാലിക്കീങ്ങൾ നല്ല വഴിയിൽ കടക്കുന്ന മഹാന്മാരെ വഴിയിൽ കടക്കണം. വബഅദദാക അതിന് ശേഷം അൽ ഖബറ ഖബറിനെ ഉദ്കുർ നീ പറഞ്ഞു റാഫിഅഹു അതിനെ തന്നെ നീ ഉയർത്തുന്നവനായ നിലക്ക്. ഞാനുണ്ട് ഇത് വൽഫി തന്നെ എല്ലാ ഗിറലുണ്ട്. അതായത് നീ എന്താക്കണം എന്ന് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഒരാളോടും പറയാൻ പോകണ്ട. നിൻ്റെ തുടക്ക വിഷയത്തിൽ കയറിയ ഉടനെ ഞാനിങ്ങനെ എൻ്റെ എല്ലാം ചൊല്ല പോകണ്ട. അതിൻ്റെ ശേഷം വേണമെങ്കിൽ നിനക്ക് ഒരു ഹന്തത്തിക്ക് എത്തിയെങ്കിൽ നീ എന്താക്ക് ചൊല്ലു തുടങ്ങും, തൊന്തരയില്ല. 199 ഒരു ഉപകാരാക്കിയ അർത്ഥാಯ್ತಾ? വസ്ലുക് സബീല സാലിക്കീന സാത്യ വബഅദ ദാക്കൽ ഖബറ അദ്കുർ റാഫിഅ. അപ്പോൾ സാലിക്കീങ്ങളുടെ വഴിയിൽ നീ കിടക്കണം. അതിന് ശേഷം വേണമെങ്കിൽ നിൻ്റെ ഖബറിനെ നീ പറഞ്ഞു. കിബിർ വരും, ഇല്ലെങ്കിൽ അഹങ്കാരിയാകും. അവർ ചെയ്ത അമലിന് അത്ര പെട്ടെന്നല്ല ചൊല്ലു പിടിക്കുമല്ല തീരാൻ. ഞാൻ അങ്ങനെ ആക്കിയ ഇങ്ങനെ ആക്കിയാന്ന് പറയുമ്പോൾ അമലിനെ നമ്പിട്ട് തന്നെ നടക്കും. ഞാൻ അത്ര ആക്കിയ, ഞാൻ ഇത്ര ആക്കിയ, ഞാൻ ഒരു 35 ഒമ്പറാക്കിയ, പിന്നെ വർഷപൂർത്തി അതിനുമേ ചൊന്ന് പാടിക്കൊണ്ടിരിക്കില്ല. എല്ലാവരും ഡെയിലി ഉറക്കാൻ കൊടുത്തായിട്ട് ചൊന്നുകൊണ്ടിരിക്കില്ല. കേൾക്കില്ല അങ്ങനത്തെ പലക്കെല്ലാം പരിസരത്തിൽ. ഞാൻ 25 ആക്കിയില്ല. അപ്പോൾ അതിനുമേ നമ്പി തെറ്റി അത് എന്നെ പോയിട്ട് അത് ഒന്നാമത്തെ ഉമ്രാക്കി വന്നിട്ട് ഒന്നാമത്തെ ആളോട് ചെന്നില്ല, അപ്പം പോയില്ല അത്. പക്ഷെ ഓൻ ചൊന്നുകൊണ്ടില്ല ഉണ്ടോ അതിനുമേ ഞാൻ ഒപ്പാക്കിരാൻ. അപ്പോൾ എന്നൂർക്കം ഇത് പോകും ചാൻസ് കിട്ടി എത്ര ആക്കും. അത് നെക്സ്റ്റ് ഒരാളോട് പറയുമ്പോൾ അത് പോയി. അപ്പം മനുഷ്യ ചൊല്ലെ അത് ചൊന്നു നടക്കുമോ തീരാ ചൊല്ലേ എന്താക്കി അമലാക്കി എന്താക്കണ്ട വിഷയങ്ങൾ ചൊന്നു നടക്കണ്ട. എനിക്ക് രഹസ്യമായിട്ട് കുറേയല്ല ഇക്കട്ട്. കാരണം പടച്ചോണ്ട മുന്നിൽ ചിലപ്പോൾ ബച്ചാവ് അവിടെ ഈ രഹസ്യ അമലായിട്ട് ഈ ജഗവക എല്ലാവരും കാണ്ടേ പിടിക്കരുത്. അഞ്ഞ പോയി നോക്കും എന്തില്ല എത്ര പണിയെടുത്തരല്ലോ. അപ്പം അതാണ് വർഷഘട്ടല സ്വറാക്കില്ല ജാവും പോലെ ഉറക്കഴിഞ്ഞിട്ട് ആൾമാരെല്ലാം ചൊന്നറാറ് അയാൾ ഭയങ്കര അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനായിരുന്നു ഇങ്ങനെ അത് അവഞ്ഞ പോയി. അപ്പോൾ ഓണും 10 വർഷத்துக்கு മുന്നിൽ ആക്കിയെങ്കിത്തെ ഒരു 15 ഉംറ അല്ലെങ്കിൽ ഏതോ സ്വതക്ക ഇണ്ടും അതിരമേ നമ്പി നടന്നുകൊണ്ടുള്ളേ. അത് 15 വർഷத்துக்கு മുന്നിൽ ആക്കിയ ഉടനെ പോയിട്. അതിൽ പിന്നെ എത്ര ആളൊട്ടി ചെന്നേ ഉണ്ടാ തലക്കോണ്ട നിങ്ങൾക്ക് എന്താക്കോ തീറ. അപ്പോൾ അമൽ സ്വാലിഹായ അമൽ ചെയ്താൽ പാടി നടക്കോ തീറ. ഞാൻ 2ാമത്തെ വട്ട ഹജ്ജിക്ക് പോയപ്പോൾ കിടന്ന പാത്രം എടുക്കോറും ചെന്നല്ല ഇർഷാദിൽ നോക്കിയല്ലേ ഇർഷാദുൽ ഇബാദിൽ നോക്കത് ഉണ്ടാണ്ട് എഴുതി ടിക്കാക്ക് ചൊന്നതെല്ലാം നോക്കണം. ഇർഷാദുൽ ഇബാദിൽ ആ സംഭവമുണ്ട് പുതിയ കേട്ടവളാക്കണേ അർത്ഥമായിട്ടാ. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു സംഘവും ഒരാളടുത്ത് വിരുന്നിന് പോയി സൽക്കാരത്ത്. അപ്പോൾ ഇയാളെന്താക്കിയറിയോ പ്ലേറ്റെല്ലാം കുറഞ്ഞ് വെച്ചിട്ട് മതി ഉൾഗത്തങ്ങ് വെച്ചിട്ട് ആ 2ാമത്തെ വട്ട ഹജ്ജി പോയപ്പോൾ പറഞ്ഞുണ്ടല്ലോ അത് എടുക്കാറുണ്ട്. അപ്പോൾ ഇയാൾ ചെന്ന് മിസ്കീനുൻ അഫ്സദ ബിഹി ഹജ്ജതൈനി പാവം അവന് വന്നില്ല 2 ഹജ്ജും പോയിത്തിന്. ഇതിൻ്റെ അധികം അങ്ങനെയല്ലേ എത്ര ചൊല്ലുകൊണ്ട് ആക്കിയതിൽ എത്ര ചൊല്ലുകൊണ്ടില്ല എ സി സുബൈക്ക് 3 ഗಂಟೆ എഞ്ചിനതാണ് പിന്നെ ഉറങ്ങിയില്ല എൻ്റെ പിന്നെ ഓദ്യമേ അതെന്തീ പാടണം നീ വന്നിട്ടൂടേക്ക് എത്ര ആൾ ഞങ്ങൾ ചൊല്ലതല്ലേ കേൾക്കല് പരിസരം അഞ്ഞല്ല എന്തി ചൊല്ലണു അവിടെ ഒരു പാവത്തെ കുടുംബം എനിക്ക് സഹിച്ചില്ല. അതിൽ ചൊന്ന് നടക്കണം. ഞാൻ ഇതാക്കിയ നാളെ കൂടിയ പൈസ ആക്കിയ റിലീഫാക്കിയ കൊടുത്തേൻ ചെല്ലലോട് കൂടെ വൈത്തുണ്ട്. കാരണം പറയുമ്പോൾ പലപ്പോഴും മനുഷ്യനെ ശൈത്താൻ എന്താക്കണം വഞ്ചിക്കണം. അപ്പോൾ സുഫിയാനു സൗരി പറഞ്ഞു ഈ ഒരു മിസ്കീനാണ് വലിയ ഹാജാറൊക്കു എന്നാലും ആരാണ് വെറും മിസ്കീന് 2 ഹജ്ജ് വൈത്ത് ഇതിലൂടെ. പക്ഷെ അവൻ നമ്പി തേച്ചിയ എതിരമേ ഇപ്പോൾ അവൻ അങ്ങനെ ചൊല്ലണം 2ാമത്തെ വട്ട ഹജ്ജി പോകുമ്പോൾ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യുള്ളൂ ചൊല്ല ആവശ്യമില്ല അറിഞ്ഞ. അപ്പോൾ ഉള്ള ഹജ്ജുകൾ അതുപോലെ ഇബാദത്തുകൾ ഈ പറച്ചൽ കൊണ്ടെന്താവും ബാത്തിലാവും. അതിനെ നമ്പി തെക്കൊണ്ടുകൊണ്ടില്ല അത് എഞ്ഞമാ വെള്ളത്തിൽ പോയിട്ടായിട് അറിഞ്ഞ. ഹജ്ജിക്ക് പോയി വരുമ്പോൾ ഓർത്ത കുട എടുത്ത വന്നോളൂ ഹജ്ജിലെല്ലാം കുട കിട്ടോ വെയിൽ തന്നെ കുട കൊടുത്ത് വയ്ക്കും. അപ്പോൾ അവൻ എടുത്ത ഹജ്ജിലെ ഒരു കുട 10 വർഷമായിട്ട് അതിനിടയ്ക്ക് ആ കുട ഉണ്ട് മാത്രം. കുറേ നാൾ പോകുമ്പോൾ എന്തായിട്ട് ആ കുടയുടെ കൈ ഇത് പോയിട്ട് കൈ ചാഞ്ചാക്കിയ വേറെ ആക്കിയാവും മേലതെല്ലാം അത് പോയി. പിന്നെ കുറേ നാൾ അതിലെ ഇത് പോയിട്ട് എന്തിനാ മേലെ തുണി പോയിട്ട് അതും ചേഞ്ചാക്കി, കഡ്ഡി പോയിട്ട് അതും ചേഞ്ചാക്കി, പിടിയും പോയിട്ട് അതും ചേഞ്ചാക്കി. എത്ര വർഷമായിട്ട് ഉണ്ടോ അവൻ ചൊല്ല എന്തിനാ വന്നിട്ടുണ്ടായി. ഇത് ഞാൻ 2000 ഹജ്ജി പോയപ്പോൾ കുറഞ്ഞ കൊടയാണ് സംഭവം. ആ കൊട ഒരു ചെറിയ പിന്ന് പോലെ ഉണ്ടില്ലേ നല്ല ഉദാഹരണമല്ലേ മനുഷ്യക്ക് നല്ല ഫിറ്റായ ഉദാഹരണം. അപ്പോൾ ആക്കിയതിൽ ഇണ്ട് ചൊന്ന് നടക്കൂടാ അത് അങ്ങനെയെല്ലാം ഞാൻ ആക്കില്ല. ഞാൻ എൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം ആയിട്ട് കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ആചാര കൊട പോലത്തെ വിഷയം അത് സംഭവം. ആ കൊട ഇല്ല മക്കത്തെ കുറഞ്ഞ കൊടയാണ് അതില്ല. പിന്നെ കിബ്റൻ യകൂനു മുബിഖൻ വശൈന മിമ്മ തുളീഫു ഹദിഫ് കതൂരി സൈന. ഇതെത്ര ഇളാഫത്തിൻ്റെ ബാബ് എത്ര മത്തോ
386. കിബ്റൻ യക്കൂനു 380. കിബ്റൻ യക്കൂനു എന്താ പറഞ്ഞേ? മഫൂൽ മുഖദ്ദമാണ്. അപ്പോൾ യഹ്ദിഫുന നീ കളഞ്ഞു, അവിടെ ഉണ്ടല്ലേ യഹ്ദിഫ് നീ കളഞ്ഞു. മിമ്മ തുലീഫു മിമ്മ ഒന്നിൽ നിന്ന് എങ്ങനെ തോന്നുന്നു? തുലീഫു ആ ഒന്നിനെ മഹാന്മാരിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കും. കൽബിനല്ലേ ചേർക്കേണ്ട, എന്തിനല്ല മഹാന്മാരൊട്ടിಗೆ കൂടുമ്പോൾ ചേർക്കണായത് എന്തിനാ? കൽബിനെ അവരൊട്ടിಗೆ എന്താക്കുന്നു? ചേർക്കുന്നു. കാലി തടി ചേർത്ത ഇത് കിട്ടു പോയോടല്ല മന്തി അത് ഇത് കാലി മന്തി മാത്രമേ കിട്ടു. ഒണ്ട ബിസേമേ വേറെ മൊയ്പ്പുറത്ത് ಬಂದು ಬೇರೆ ಮೊಯ್ ಒಟ್ಟಾಕಡೆ പേർക്ക് മാത്രം അയാളെ ഖാദ്യമുണ്ട്. അതുകൊണ്ട് കാര്യം എന്തില്ല. ചേർക്കേണ്ടത് എന്തിനെയാണ്? കൽബിന് അയാളൊട്ടിയെ ചേർത്തെങ്കിൽ അയാളെ പോലെ അയാൾ നന്മയെല്ലാം കിട്ടും ഇയാൾ. അല്ലെങ്കിൽ കാലി ശരീരം കൊണ്ട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ യഹ്ദിഫ് നീ കളയണം, മിമ്മ തുലീഫു നീ ചേർക്കുന്ന ഒന്നിൽ നിന്ന്, മഹാന്മാരിലേക്ക് നീ ചേർക്കുന്നത് എന്താണ്? നിൻ്റെ കൽബാണ്. അതിൽ നിന്ന് നീ കളയണം. കിബ്റൻ അഹങ്കാരത്തെ കളയണം, കിബിറിനെ കളയണം. ഏത് കിബിർ? യക്കൂനു അതാകും മൂബിക്കൻ നിന്നെ നശിപ്പിക്കുന്നതാകും. എന്തിനേയും പഠിച്ചോൻ പോർക്കു, കിബിറിന് എന്താവില്ല അഹങ്കാര ചൊന്നാണ്. ബാക്കിരങ്ങളായിട്ട് ഒരു മഹത്വം എന്നൊക്കെ തോന്നുന്നത് കിബിർ എന്നതിനെ പഠിച്ചോൻ എന്താവില്ല പൊറുക്കൂല. ഇബ്ലീസിലെ മുട്ടാക്കൊണ്ടിക്കുള്ള കാരണം തന്നെ കിബിറാൻ. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഷഹവത്ത് വികാറാൻ ചൊല്ലേ. പിന്നെ അള്ളാഹു തിരിച്ചെടുത്ത മടങ്ങിയല്ല അള്ളാഹുവിലേക്ക്. ഇബ്ലീസ് അങ്ങനല്ല, ഇബ്ലീസ് ഇങ്ങനെ നോക്കണം, പിന്നെ ഇങ്ങനെ നോക്കുക അഹങ്കാരിയായ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പുറത്താക്കി, അവൻ്റെ മടക്കിയെടുത്തതേ ഇല്ല. യക്കൂനു മൂബിക്കൻ അത് നിന്നെ നശിപ്പിക്കുന്നതാകും. വശൈനൻ അത് കലയുമാകും. അതൊരു ഭയങ്കര കല. ഈ കിബിർ എന്നത് കിബിറന്മാരാരും ഇഷ്ടപ്പെടില്ല. വെറുതെ പിന്നെ എതിരിലുണ്ട് സൈക്കോ തീരാണ്ടാവത്തേക്ക് സമയനാവാത്ത ഞാൻ കൈമുഖ്യമല്ല. അല്ലാണ്ട് പിറകു പോയിട്ട് അവനക്ക് എന്താക്കുക ശാപ്പ വെക്കട. കാരണം അഹങ്കാരിയല്ലേ. അഹങ്കാരി അവൻ ചൊന്നതേ അവനല്ല, നാണേ വലിയ ആളുണ്ട് അവൻ ചൊന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ. അപ്പോൾ നീ ഈ കിബിറിനെ കളയണം. കത്തൂരി സൈന ഏതുപോലെ? തൂരിസൈന പർവ്വതം, ഷാമിലുള്ള പർവ്വതം തൂരിസൈന. തൂരിന്നുണ്ടായാലും തൻവിനെ കളഞ്ഞ അവിടെ ഇലാഫത്താക്കുമ്പോൾ നുനൻ എങ്ങനെ അവിടെ ഇലാഫത്തിൻ്റെ ബാബിൽ ബൈറ്റ് അങ്ങനെ നുനൻ ഇറാബ ഔ തൻവീന മിമ്മാ തുലീഫു ഹ്ദിഫ് കതൂരി സൈന. അതാ തൂരിന്നുണ്ടായി തൻവിനെ കളഞ്ഞതുപോലെ നീ കളയണം. വസക്കിഹി തസ്കിയതൻ വഅജ്മില ഇജ്മാല മൻത ജമ്മുലൻത ജമ്മല. ഇത് മഫൂൽ മുത്ലഖ് മസ്തർ. ഓക്കെ 400 ഇമാലുൽ മസ്തർ അല്ലല്ല അബ്നിയത്തുൽ മസാദിർ അല്ലേ? എത്ര? 450. അതാ വസക്കിഹി തസ്കിയതൻ വഅജ്മില. കിബിറിനെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത് കൽബിൽ നിന്ന്. ആ മിമ്മക്ക് ലമീർ മടങ്ങുന്നത്. വസക്കിഹി അതിനെ നീ ശുദ്ധിയാക്കണം. വസക്കിഹി അതിനെ നീ എന്താക്കണം? ശുദ്ധിയാക്കണം. ചെല്ല്. വസക്കിഹി തസ്കിയത്തൻ ഒരു ശുദ്ധിയാക്കണം, സംശുദ്ധിയാക്കണം, ക്ലീൻ ആക്കണായത് എന്തിടെ? നിൻ്റെ കൽബിൽ എന്താക്കണം? ഈനെ ക്ലീൻ ആക്കണമല്ല, ഈനെ ക്ലീൻ ആക്കണം ചൊല്ലണുണ്ട് എന്തില്ല. അതിനെന്താ നല്ല ക്ലീൻ ആക്കിയിട്ട് കൊട്ടപ്പായിട്ട് വേണ്ട നല്ല അർത്ഥമായിത്താ. അപ്പോൾ അതൊരാൾ ചൊല്ലണുണ്ടില്ല നിൻ്റെ മുഖത്തെ ശുദ്ധിയാക്കലബ്ബ ചൊല്ലണ സ്ത്രീലിട്ട് പോ. വസക്കിഹി ആ കൽബിനെ നീ എന്താക്കണം? സംശുദ്ധമാക്കണം. തസ്കിയത്തൻ എങ്ങനെ? നീ ഒരു സംശുദ്ധമാക്കണം. അതിൻ്റെ മസ്ത്. അജ്മിലൻ നീ ചന്തമാക്കണം. ഇജ്മാലമൻ ഒരാൾ ചന്തമാക്കും പോലെ. എങ്ങനത്തെ ഒരാൾ? തജമ്മുലൻ അവനൊരു ചന്തമായിരിക്കുന്നു. ഇത് മസ്തർ വിശദീകരിക്കുന്നത്. തജമ്മലൻ്റെ മസ്തർ തജമ്മുൽ. അപ്പോൾ അതുപോലെ നീ നല്ല ചന്താവണം. ഉള്ളെന്താവണോ? ചന്താവണോ. കൽബ് ചന്താവണമെങ്കിൽ പടച്ചോൻ്റെ മുന്നിൽ കരയണം. എങ്ങനെങ്ങനല്ല ആക്കില റബ്ബേ തൻ്റെ ഒന്ന് നീ സലാമത്താക്കണു, ചന്താക്കണു, കൽബ് നൻ്റെത് ശുദ്ധിയാക്കണു എന്ന് പറയാം. വസക്കിഹി തസ്കിയതൻ വഅജ്മില ഇജ്മാല മൻത ജമ്മുലൻത വസ്തഇദ് ഇസ്തിഅദതൻ ثم അഖിം ഇഖാമതൻ കമാ ഉമിർത ഫസ്തഖിം. അതേ അധ്യായല്ലേ? എത്ര? വസ്തഇദ് നീ കാവൽ തേടണം. ഇസ്തിആദത്തൻ ഒരു കാവൽ തേടണം. പടച്ചവനോട് നീ കാവൽ തേടണം. അപ്പോൾ ഇതിനെല്ലാം കാവൽ നൽകുന്ന ആളാറ്? പ്രൊട്ടക്ഷൻ ആരോട് തന്നെ ചോദിക്കണു? അല്ല ഇങ്ങനെ ഒരു തിന്മ എൻ്റെ ഉണ്ടു, ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇത് ദുസ്വഭാവമുണ്ട്, അതുണ്ട് ഇതുണ്ട്, നക്ക് നീനെ ബച്ചാവാക്കണു, വേറെ ആർക്കും സാധ്യമല്ല. വസ്തഇദ് ഇസ്തിആദത്തൻ ثم അഖിം ഇഖാമത്തൻ പിന്നെ നീ ഒരു നിൽക്കണം, അല്ലെങ്കിൽ അതിൽ നീ നിലനിൽക്കണം. അതേ ഒരു അവസ്ഥയിൽ എന്താക്കണം? നീ നല്ല അവസ്ഥയിൽ നിലനിൽക്കണം. ചേഞ്ച് ആവുക തീറ. ഏതുപോലെ? കമാ ഉമിർത്ത നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. ഫസ്തഖിം നീ ചൊവ്വേ നിൽക്കുക, നേരെ നിൽക്കണം, വക്രത ഇല്ല. അറിഞ്ഞ നേരെ നിൽക്കണം നീ. കണ്ട? ഫസ്തഖിം കമാ ഉമിർത്ത ഞാൻ ചെന്നേ. ഫസ്തഖിം
ഉമിർത്ത നിങ്ങളോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ നീ എന്താക്കണം, നിങ്ങൾ നേരെ ചൊവ്വ നിൽക്കണുണ്ട് ആരാകൂ തീരാൻ, എതിരിലൊന്ന് ബാക്കിലൊന്നും ആക്കോ തീരാൻ. അതിനാ മുസ്തഖ്. അവ സയ്യബത്തിനി ഹൂദുൻ വ അഖവാത്തുഹ എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. ഹൂദ് സൂറത്തും അതിൻ്റെ സഹോദരിമാരുമാണ് എൻ്റെ മുടിനെ പൽപ്പാറ്റിയെ, അല്ലേ? വേറെന്ത് വിചാരിച്ചിട്ടല്ല, മുല്ല മങ്ങിലങ്ങനെ ആക്കടേന്ന് വിചാരിച്ചിട്ടല്ല. എന്തായത് മുടി വളർത്തര അല്ല, അവകെട്ട അങ്ങനെ വിചാരിച്ചിട്ടല്ല മുടി വളർത്തര. എന്തുകൊണ്ടാണ്? ഫസ്തഖിം കമാ ഉമിർത്താൻ ചൊല്ല ആയത്ത് വന്നപ്പോൾ മുടി അങ്ങ് നിറച്ചു പോയി. നിങ്ങളൊട്ടി എങ്ങനെയാണോ ചെന്നത് അങ്ങനെ നിൽക്കണുണ്ടെന്ന്. അത് ഭയങ്കര കറാമത്താണ്. ഇസ്തിഖാമത്ത് ചൊല്ലുന്നതാണ് എന്തിന്, നേരെ നിൽക്കുന്നതാണ് എന്ത് ഏറ്റവും വലിയ കറാമത്ത്. എന്തിനാ കേട്ടെങ്കിൽ നേരെ നിൽക്കുന്നത്, അല്ലാണ്ട് ഇതിൽ പാറതല്ല. അതിപ്പോൾ ശൈത്താൻ്റെ പണിയുണ്ടെങ്കിൽ പാറകോടും മേലെ പാറകോടും. പുറത്ത് കടലിൽ നടന്നാണ്ട് വരിക്കുക, കടലിൽ നടന്നു പോയിട്ടുള്ള എന്താവും ഇപ്പോൾ? ഇവിടെ കടലില്ലാത്ത വച്ചാവായി പോലെ ഉണ്ടോ? ഇല്ലല്ലേ. കേരളം നടന്ന കര ഉണ്ടല്ലേ, മീനിൻ്റെ കര. അപ്പോൾ കരയുടെ മേലോർത്ത നടന്നുകൊണ്ടുള്ള ചെന്ന് ഒന്നും ഉടയ്ക്കാല, വെള്ളിയാഴ്ച രണ്ട് ചെന്നെങ്കിൽ ജുമാത്ത് കേൾക്കാല ഒരാൾ. എല്ലാം കൊണ്ട് പോയി നോക്കൂ. ഈ കടലിൻ്റെ മേൽ കരയുടെ മേൽ നടക്കുന്ന എന്തോ മാജിക് ആക്കലായിട്ടിക്കോ, അല്ലെങ്കിൽ എന്തോ സിഹിറിക്കൊണ്ടിട്ടിയെ ശൈത്താനിക്ക് ചിലപ്പോൾ. എന്നാലും മുണ്ടനെക്കുറിച്ചല്ല, മുണ്ടാണ്ട് അവൻ വലിയ ഔലിയ. എന്തേ അവൻ തണ്ണിൻ്റെ മേലിൽ നടന്ന അവൻ ഞങ്ങളെ പോലത്തെ ജാഹിലുകാണ് അവൻ ഔലിയ. ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊല്ല്, നീ ഒരാൾ തണ്ണിൻ്റെ മേൽ നടന്ന് അന്തരീക്ഷത്തിൽ പക്ഷിഭാര്യ പോലെ ഭാര്യ കൊണ്ടുള്ള എങ്കിൽ നീ വഞ്ചിതനാകണ്ട. അവൻ ശരീരത്തിൽ എങ്ങനെ ഉള്ളത് നോക്കും, നിസ്കരിക്കണോ നോക്കും. അവൻ കളവ് ചെന്നിട്ടുള്ളേ. അവൻ പെണ്ണുങ്ങളെ എതിരിൽ വെച്ചിട്ട് ചികിത്സ ആക്കണേ, ഇല്ലെങ്കിൽ ആവില്ലാണ്. പെണ്ണിങ് കയ്യിൽ കൊടുക്കണം അവന്. ഇങ്ങനത്തെ എത്ര ചികിത്സ ആൾമാരുള്ള. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശരീഅത്ത്. ഒരാൾ ശൈഖിനെ തേട് പോയിട്ട് നോക്കുമ്പോൾ അയാൾ കിബിലത്ത് തുപ്പിയോണ്ടുള്ള, അയാൾ തീരെ പിറകിയ ബന്ധ് എന്തെന്നെങ്കിൽ ഹറാമെന്തും അല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ അയാൾ പാലിച്ചില്ലല്ലോ, കിബിലത്ത് തുപ്പിയമാ അയാൾ നക്കാവല. അപ്പോൾ എത്ര സൂക്ഷ്മത ഉണ്ട് നോക്ക്, ഭയങ്കര വിഷയം തന്നെ. അപ്പോൾ ഇവിടെ ഒരു വെള്ളിയാഴ്ച രണ്ട് മിത്ത് അനൗൺസ് വന്നിട്ട് കേരളിൽ നടന്നുകൊണ്ടുള്ള ചെന്നെങ്കിൽ ജുമാ അവിടെ ആയിട്ട് കേരയുടെ അവിടെ വിളിക്കുവാറ് കത്തി വിടും, നിങ്ങൾ ഇവിടെ വരണം. ഞങ്ങൾ ഏല നോക്കണം, വർക്കത്തെടുക്കണം, കൈയും മുത്തു കാലും മുത്തു. കാരണം ആധുനിക മനുഷ്യൻ അങ്ങനെയാണ്. ഇബ്നു ഹജർ ചെന്ന് നീ അവൻ്റെ ശരീഅത്ത് നോക്കണം, അവൻ പൈസത്തെ അവിടെ എങ്ങനെയുള്ള, അതുപോലെ വേറെ കാര്യങ്ങൾ എങ്ങനെയുള്ള. അപ്പോൾ അത്ഭുതങ്ങൾ ആരും അതൊന്നും വിഷയമല്ലാന്ന് നേരെ ചെയ്ക്കുക അവിടെ. അവൻ അത്ഭുതം കാട്ടിയില്ലെന്ന് തോന്നറിയില്ല. ഷാറാനി മാമൻ ചൊന്ന ഒരു മനുഷ്യർ ഏറ്റവും വലിയ കറാമത്ത് എന്ത്, നേരെ ഉള്ളാണ്. പൈസത്തെ അവിടെ നേര്, ഒരു ഉറുപ്പ് അഞ്ചനാക്കില്ലേ, കക്കില്ലേ, കളവ് ചെല്ലില്ലേ, ഇങ്ങനത്തെ എല്ലാ വിഷയം. ഇതാണ് ഏറ്റവും വലിയ കറാമത്ത്. അറിഞ്ഞിട്ടാ? അപ്പോൾ മഖ്ദൂം തങ്ങൾ ഞാൻ ചൊന്നല്ലോ, മഖ്ദൂം തങ്ങൾ ഏറ്റവും വലിയ കറാമത്ത് എന്ത് ഇതുവേ നേരെ ചെയ്യിച്ചാറ്. അതുപോലെ ഇൽമു ഇടി ദുനിയാവ് സ്പ്രെഡാക്കിയാറ്. അതുപോലത്തെ 500 വർഷത്തെ ഇടക്ക് മഖ്ദൂം തങ്ങളെപ്പോലത്തെ ഒരു മുജദ്ദീദ് അങ്ങനത്തെ ഒരാൾ വന്നിട്ടേക്കാലേ. മഖ്ദൂം തങ്ങൾ ആറ് കൊടുത്തേയില്ലേ ഞങ്ങളുടെ രാജ്യത്ത് കുറച്ചുണ്ട്. കറാമത്ത് കാട്ടാളിക്കാട്ടില്ല മനുഷ്യരുടെ സ്വഭാവമാണത്. കാരണം മനുഷ്യർക്ക് സമസ്യ ഇല്ലാത്ത ആരും ഇല്ല. അപ്പോൾ സമസ്യ സോൾവ് അവിടെ മനുഷ്യൻ നിൽക്കട പോയിട്ട് കറാമത്ത് കാട്ട് തുടങ്ങുമല്ലോ. നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഓർത്താ എങ്കിൽ എല്ലാം ക്യൂ ആയിട്ടിരിക്കും, അത്ര ക്യൂ ആളിക്കും. അതേ സമയത്ത് ഇൽമു വിതരണാക്കട അവിടെ ആറിക്കല്ല, അതെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കിക്കണം, അതെല്ലാം വേണമുണ്ടാ. ഞാൻ സമസ്യ സോൾവ് ആയെങ്കിൽ അങ്ങനത്തെ എല്ലാ വിഷയ ദുനിയാവും അರ್ಥാಯ್ತಾ. അപ്പോൾ ഇവിടെ ചെന്ന് ഇസ്തിഖാമത്തര ജീവിതം വേണം, നേരെ നിൽക്കണുണ്ട്. ഈ MS കറാമത്ത് എന്തില്ല എന്നെ കേൾക്കുന്നത്, അയാൾ കറാമത്ത് എന്തില്ലേ, അയാൾ കറാമത്ത് കാട്ടോ വെച്ചിനും കൂടെ ഇൽമിക്കലന്ത് കത്ത ഉള്ളാൽ താങ്കൾ കറാമത്ത് എന്തില്ലേ, എന്തോ ഒന്ന് ചണ്ട് ചൊല്ലാറ് അതേ കറാമത്താ. ഉള്ളാൽ തങ്ക മിത്ത് കറാമത്ത് കാട്ടോ ഊದೋಗೆಲ್ಲ വെച്ചിട്ട് എന്താവത്തില്ല ഇവിടെ ഇൽമയിക്കലಂತ ಎಲ್ಲ ಪೈಂಗಲ ಬಲೈಕತ್ತ ಅರ್ಥಾಯ್ತಾ. ಆ ಇಲ್ಮುಗೂ ಇದಕ್ಕುള്ള ವ್ಯತ್ಯಾಸ ಅದಾನೆ. ಇಲ್ಮು കൊണ്ട് റൂഹിനെയാണ് ഹയാത്താക്കടെ, മറ്റേ ചികിത്സ കൊണ്ട് തടിയുടെ ഹയാത്താക്കടേറ്റ്. ഇത് ആത്മാവുടെ മേ ഹയാത്താക്കടേ, ഇല്ലെങ്കിൽ അവിടെ നോർത്ത് വലൈക്കത്ത് ലിംബൽ കുളിക്കണം എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം നമ്പിട്ട് ലിംബൽ കുളിക്കത്ത തെച്ചിട്ട് എന്തോ ശ്വാസ ಗ್ಯಾರಂಟಿ ಕುಳಿಕತ್ತು ಎಂದೇ. അപ്പോൾ താജ് ഉള്ളാൽ തങ്ങൾ മിത്തു കറാമത്ത് കാട്ടവരുടെ തെച്ചിനെങ്കിൽ എന്താവത്ത് ഇൽമുൻ ചൊല്ലുടെ വിഷയമേ കലന്ത്. ഇങ്ങനത്തെ എല്ലാ സമ അതും സമ ഇതും സമ എല്ലാ ഫത്വ വന്നുകൊണ്ടിരിക്കട്ടെ. എന്തിനു വേണമെങ്കിൽ കൊടുക്കാം. 40 ഇದ್ದതൊക്കെ പിന്നെ എന്തിനു വേണം അവന് തോന്നിയ ഫത്വ കൊടുക്കും തെച്ചവിടെ ചൊന്ന് അവനതേ നമ്പിടല്ല എല്ലാവരും അങ്ങനെയല്ല. ഇൽമുടെ ആട്ടി മഹത്വമുള്ള ഒന്നില്ലാൻ അത് ആറ് ചൊന്നെങ്കിൽ ഇല്ലേ. ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലിത്ത. അങ്ങനെ ഒരാൾ സുഖലായാൽ അവനക്ക് അറിയാണ്ട് എന്തിനു കിട്ടൂ, കറാമത്ത് അല്ല കൊടുക്കൂ. പ്രകಟಾക്കിക്കൊണ്ടിരിക്കണുണ്ടില്ല അവൻ ಸಂಪರ್ಕಿಸಿಂಚು ನೈಗೆ ದೆಕ್ಕೋಣ അവിടെ കൊണ്ട് വിഷയമല്ല. ദെച്ചെങ്കിൽ പിന്നെ എല്ലാം പോയിത്ത് ഫൈലായിത്ത്.
അപ്പോൾ നമുക്ക് ഇസ്തിഖാമത്ത് ബതുക്ക്. അപ്പോൾ അങ്ങനെ കറാമത്തായിട്ട് ഷാറാനി ഇമാം എണ്ണുടെ അങ്ങനെയാണ്, ഒരാൾക്ക് നേരെ ലൈഫുണ്ടാ എങ്കിൽ അതിരട്ടി വലിയ കറാമത്ത് വേറെ ഇല്ലാന്ന് അറിഞ്ഞ. ആ ഫമാ ഉബി ഹഫൽ അതൊന്നുമില്ല, നിസ്കാര കഥാക്കടഎനിക്ക് എത്ര ചികിത്സരാവണു അവൻ്റെ മുട്ട അത്ഭുതമായ ഉണ്ട്. എത്ര ആൾ ക്യൂ നിന്നിട്ടുള്ളാർ കൊണ്ടുണ്ട് അവിടെ, പെണ്ണിങ്ങെല്ലാം ബുർക്കായിട്ട് റഞ്ഞമേ ഉള്ളേ. അവൻ സമ നിസ്കരിക്കലേ ഇല്ലേ, ഞാൻ അവർക്ക് പോയപ്പോൾ ചെന്നാറ അവൻ ശൈത്താൻ്റെ പിടിച്ചിട്ടാക്കിയ ദിവസം നിങ്ങൾ ചൊല്ലണൂടെ എന്നിട്ട് ശൈത്താൻ്റെ പിടിച്ച എന്തൊരു അത്ഭുതമേനും കാട്ടല്ലേ. ശൈത്താൻ ഇഷ്ടമുള്ള പണിയാക്കണം, അതായത് ഹറാമാക്കണം. ശൈത്താൻ ഭയങ്കര കുസി, കള്ളു പിടിക്കാട്ടില്ല ഏവാ ശൈത്താൻ നീ ചെന്ന പോലെ കേൾക്കട, പെണ്ണ് പിടിക്കാട്ട്. ശൈത്താൻ വലിയ ഇഷ്ടമാണത്. അപ്പോൾ ശൈത്താൻ ഇഷ്ടമുള്ള പണികളെല്ലാം ഇങ്ങനെ ആക്കണു. എല്ലാ ആൾമാരുണ്ടല്ലോ, ഒരാൾമാർ അങ്ങനെ ആക്കിയെങ്കിൽ എന്താവിടും, ശൈത്താൻ എന്തിനു വേണേൽ ആക്കി കൊടുക്കടാ. ഇപ്പോൾ ഹിന്ദുങ്ങൾ മുട്ട പോയി സുമാറാവിടും, അങ്ങനെ അവിടെ ഇങ്ങനെ തൽക്കാല സുമാർ. അത് ഒരു ചിമ്മൽ എന്തിനു ചൊല്ലേ, ഒരുത്തർ ഷർട്ട് ഒട്ടായിട്ടുണ്ട് പേരിക്ക, ഷർട്ട് ഒട്ടായിട്ട് തടി കമീസ് ഒട്ടായിട്ടുണ്ടു. എത്ര ഇങ്ങനെ അവന് ചിമ്മൽ പെണ്ണിണ്ടാവുക. എൻ്റെ ഇരുട്ട് കൊണ്ട് ഓട്ട ഇറക്കടയുള്ളേക്ക് കണ്ടില്ല എല്ലാവർക്കും കൊണ്ട്. ഈ ഇരുട്ട് എപ്പോൾ ഇരുട്ടിക്കിടപ്പോൾ തെല്ലാറ് കഴിഞ്ഞ് വെളിച്ച വേണ്ടില്ലേ, അവന് ശാശ്വതമായ ബന്ധാക്കണേക്ക്. ഞങ്ങൾ സാറല്ല ഇരുട്ട് കൊണ്ട് ഒട്ട ഇറക്കടയുള്ളേ. സുമാറായിട്ട് ഉണ്ട്. സുമാറായിട്ട് വേറെ ഒന്ന് ഇഞ്ഞ പോയ സൈത്ത് അഞ്ഞ പിടിച്ചോണ്ടിരിക്കുക. നാളെ കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നവിടെ ഇതൊരു സുമാറായിട്ട് അയാൾ സുമാറാക്കില്ല, ഇനി കൂടെ ബാക്കി അയാൾ സുമാറാക്കും. പിന്നെ അയാളെ മട്ട ഇതുക്ക് പോകണം, ഇതുക്ക് പോയിട്ട് അയാളുടെ സമസ്യ എല്ലാം തീർത്ത് കൊണ്ടത് വേറെ വെക്ക വന്ന് അല്ലേ ഒക്ക ദുനിയാവ് അങ്ങനെ ഉണ്ട് നടക്കിട്. അപ്പം ഞാൻ ചെന്ന് എന്തിക്ക് ശൈത്താൻ എന്ത് തര. അപ്പോൾ ഈ ചൊന്ന നിസ്കരിക്കാത്ത ഞങ്ങളെ മുട്ട എന്തെല്ലോ ടൈപ്പിടെ ഭ്രാന്തന്മാരെ മുട്ട എല്ലാം പോയിട്ട് അവൻ മറന്നാക്കറി അവൻ്റെ മുട്ട അവനെ വലിയ ശരി. അവൻ്റെ ലൈഫ് എന്തിനാ, അവനക്ക് ശരീരത്തുണ്ട്, അവൻ നിസ്കരിക്കടാണ്, എത്ര കളവ് ചെല്ലണ്ടാവണം, ഇങ്ങനെയെല്ലാം ഉണ്ട്. അതൊന്നും ഇസ്തിഖാമത്തല്ല. ഫസ്തഖിം, നിൻ്റൊട്ടിಗೆ എന്താണോ കൽപ്പിച്ചത് അതുപോലെ ചെയ്യിച്ചാൽ മതി. അതാ ഫമാ ഉബിഹ ഫഅൽ വദഅ മാ ലം യുബഹ് വസ്ബുത് അലാ അഖ്ദാമി ഖൈരി മൻ സലഹ്. ഫമാ ഉബിഹ, അതാ ഞാൻ ചൊന്ന മഖ്ദൂം തങ്ങളെപ്പോലെ 500 വർഷത്തടക്ക് ഒരു ക്രാന്തി എൽമിൽ അല്ലേ ആൾമാരെ ഹൃദയം അയാത്താക്കി അങ്ങനത്തെ ഒരാൾ ഇല്ലേ ഇല്ല, കേരളത്തിൽ ഇല്ല, കർണാടകത്തിൽ ഞങ്ങൾ എവിടെ ഇന്ത്യയിൽ കാണാൻ സാധ്യമില്ല. അങ്ങനത്തെ ഒരാൾ മുജദ്ദിദാണ്, അത്രയും വലിയ ആളാണ്. മക്കത്തെ പൊന്നാനിയുടെ അല്ലേ മക്കത്തു മലൈബാർ പൊന്നാനിയിലൂടെ ഇൽമ വിതരണം ചെയ്ത ആളാണ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അറിഞ്ഞ അയാൾ ആരും ഗുർത്തയില്ല എന്ത് കേട്ട്. ഇതാണ് സംഗതി. ഏറ്റവും വലിയ കറാമത്തിൻ്റെ ആളുകൾ പറഞ്ഞ് ഇസ്തിഖാമത്തിൽ ജീവിച്ചു, ഇൽമിന് വേണ്ടി സമയം എന്താക്കിയാറ് ചിലവാക്കിയാറ്. അതുകൊണ്ടുകൂടെ ഇത്തരത്തോളം മനുഷ്യന്മാർ സംസ്കാരത്തിൽ ചെയ്യിച്ചിടാറ്. ഇൽമിൽ ഹയാത്ത് നല്ല ഇൽമിലുള്ളാർ എന്തായിത്താ. പിന്നെ ഫമാ ഉബി ഹഫൽ, ഹലാലാക്കപ്പെട്ട ഒന്നിനെ നീ ചെയ്യണം. വദഅമാലം യുബഹ്, ഹലാലാക്കപ്പെടാത്തതിനെ നീ ഒഴിവാക്കണം. വസ്ബുത്ത് അലാ അഖ്ദാമി ഖൈരി മൻ സലഹ്, വസ്ബുത്ത് നീ സ്ഥിരപ്പെട്ട് നിൽക്കണം. അലാ അഖ്ദാമി ഖൈരി മൻ, ചിലരുടെ കാൽപാദത്തിൻ്റെ മേൽ. എങ്ങനത്തെ ചിലർ? സലഹ, ചിലരിൽ വെച്ച് ഖൈറായവരുടെ കാൽപാദം. എങ്ങനത്തെ ചിലർ? സലഹ, അവർ നന്നായിരിക്കുന്നു, അവർ നന്നായിരിക്കുന്നു. ബേക്കൽ ഉസ്താദ് എൻ്റെ എ കെ ഉസ്താദ് മരിച്ച നാളാവാം. എ കെ ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദ് സയദിയത്ത് നവറല്ലാഹു മർക്കദ. നാളെ ബേക്കൽ ഉസ്താദ് മരിച്ച നാൾ അപ്പോൾ യാസീൻ ഓതിട്ടുള്ളത് ഇത് ഓർക്കണം. അപ്പോൾ ബേക്കൽ ഉസ്താദിക്ക് ഞങ്ങൾ താജുൽ മൗലിദാക്കിയിട്ട് നമുക്ക് പോയിന്ന. അപ്പോൾ എല്ലാം നോക്കി ഫസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ചൊന്തു ഒരു 10 മിനിറ്റ് ടൈം അനുവദിച്ചിരെ. അപ്പോൾ നോക്കിയ പാടെ ചൊന്തു എന്തരേ ബേക്കൽ ഉസ്താദ് അംഗീകാരാക്കി എന്താ കേർക്കല്ലേ പേടിയില്ല പിന്നെ. അപ്പോൾ ചൊന്തു ഒമിനൽ എനിക്ക് ನೆನಪುಂಡದು ಒಮಿನಲ್ ವರೈ ಅನ್ ತತುರುಕಲ್ ಮದಹ ಕಮಾ ತತುರುಕು ದಮ್ಮ ಅಂಜಂದ್ರಿ ಒಮಿನಲ್ ವರೈ ಉಸ್ತಾದ್ ಚೊಂದು ಅದೇ ಪದ ಒಮಿನಲ್ ವರೈ ಅನ್ ತತುರುಕಲ್ ಮದಹ ಕಮಾ ತತುರುಕು ದಮ್ಮ എന്ന് പറഞ്ഞാൽ മൗലിദ് ചൊന്നെങ്കിൽ ദമ്മ മദഹല്ലേ വറയിൽപ്പെട്ടതാണ്. ദമ്മു നീ ഒരാളെ ദമ്മാക്കോ പോകണ്ടല്ലേ, അതുപോലെ മധു ആക്കോ പോകണ്ടാണ്. വെറുതെ എന്തി മത ആക്കണം, ഇല്ലാത്ത വെറുതെ മത ആക്കോ തീരല്ലേ. അപ്പം മധു ഒഴിവാക്കണം, കഴിവിൻ്റെ പരമാവധി എന്ത് ഒഴിവാക്കുക. ചെന്ന് മധു ആക്കിയിട്ടാകുമ്പോൾ അതിന് മരിച്ചങ്ങളെ മത ആക്കടേ. ഹയാത്തുള്ളവൻ്റെ ചെമ്മ മത ആക്കോ തീര ചെന്ന് ആകാശത്ത് എത്ര ചെന്ന് ഹസിറ ദുന്യാവല്ല ആഹ്റ ഉണ്ടത് പോയിട്ട് പോണ്ടത് 10 ലാഖ് ആചാർ കൊടുത്തിട്ടാകുമ്പോൾ ഇവിടെ സ്വാഗത ചൊല്ലവണ് ശുരുവാക്കിയ 10 മിനിറ്റ് നോക്കുമ്പോൾ ഇയാളെല്ല നോക്കും. ഞാൻ ഗൾഫിൽ ഒരാൾ വിളിച്ചിട്ട് നിന്തൊരു മത ആക്കട ബാബു അവನು ಹೆಂಗಂತ ಅವನು ನಂಗೆ ಒಂದು ನಾಡನ್ ಚೊಲ್ಲೆ ಅವನು ಚೆಮ್ಮ ಪೈಸೆ കൊടുത്തോളാം. പൈസ കൊടുത്തിട്ടാകുമ്പോൾ സ്വാഗത ആക്കട ആൾ ഭയങ്കര മതി ഇയാൾ പോലത്തെ ഒരാളിക്കൽ അങ്ങനെ ഇങ്ങനെ ഇയാൾ ഇപ്പോൾ സ്വർഗത്തേക്ക് അങ്ങനെ മുണ്ടിയോളാം. അപ്പോൾ ഇയാൾ ചൊല്ല അവನು ಹೆಂಗಂತ ಅವನು അവൻ്റെ സ്വത്ത് എങ്ങനത്തെ നക്കൊന്തുണ്ട് ഇതാണ് ഇൻ്റത്തെ മത് എന്താ ചോദിച്ചാൽ അതിൽ ആ സ്വാഗತ ആക്കട ഞങ്ങൾ ബായിക്ക് നിങ്ങൾ മണ്ണിടോറുണ്ട് ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണി വെറുതെ പോതോದು മറിച്ചൽ പിന്നെ പോതാ ചൊന്ന ಅವನು ದಾರಿ ತಪ್ಪಿಲ್ಲല്ലേ മറിച്ചൽ പിന്നെ ചൊല്ല മറിച്ചൽ പിന്നെ ചൊല്ലല്ല. കാരണം ഇത് ആത്മാർത്ഥായ പോതലെന്തോ അല്ല, ഇത് ഒരൊക്കെ ബുഗ്ഗാക്കടെ ബുഗ്ഗാക്കിന് ഓണിങ്ങനെ ഓൻ വിചാരിക്കും നാണേ ആകാശമാണ് ഇവിടെ നൻ്റെ പോലെ ആരും ഇല്ലാണ്ട് അവൻ വിചാരിച്ചോണ്ട് പോണ്ടേ. അങ്ങനെ വിചാരിച്ച പോലെ കൂടെ അവൻ്റെ ആഹ്റം പോയിട്ട് ഈ ചൊന്ന അവൻ്റെ ആഹ്റം പോയിട്ട് ഒക്കെ അല്ലേ ഇത്.
ഇതിപ്പോൾ നീ പരസ്യമായിട്ട് പ്രസംഗിച്ചെന്താവും ചൊന്നെന്താവും ഇത് നടക്കണമേ ഇതുണ്ട് ഇതേ നാട്ടൊക്കെയാണ് നടക്കണം വെറുതെ ഇങ്ങനെ പൊതിരും എവിടെ കയത്തോട്ടറുണ്ട് ആ ഉസ്താദ് ചൊന്ന അങ്ങനെ റമ്മ് ഒഴിവാക്കും പോലെ മധു ഒഴിവാക്കണമെന്ന് പിന്നെ ഉസ്താദ് എടുത്തിട്ട് നോക്കിത്ത് അതിൽ ഫുൾ നോക്കി ഇത് താജുല്ലുലമൻ്റെ മൗലിദാണ് എടുത്ത് താജുല്ലുലമൻ്റെ മൗലിദാക്കില്ല പിന്നെ ആരതാക്കളെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ 1.5 ಗಂಟೆ ദപ്പാട്ടിത്ത് അവിടെ ദപ്പാട്ടിട്ട് കുറേ വിഷയങ്ങൾ ചെന്ന് താജുല്ലമയുടെ എന്നിട്ട് ചൊന്തു കറാമത്ത് എന്ത് ചെമ്മൽതോ പോകണുണ്ടില്ല ചൊന്തു അതുകൊണ്ട് വലിയ സമൂഹത്തിന് നഫ എന്തും ഇല്ല ഉണ്ടാ താജുല്ലുലമ ഇൽമുಗೆ ಎಂದರೆ ಸೇವೆ ಹಾಕಿತ್ತು ಅದೆಲ್ಲ ದೊರು ಚೊಂತು എന്നിട്ട് ഉസ്താദ് ചൊന്നിട്ട് ഒരു ആദ്യത്ത് കൂട്ടിയിട്ടായി എൽമുടെ വിഷയം മാത്രം കാര്യമായ വിഷയം അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് ഗൊന്തുള്ളൂ കാരണം ഫൈനൽ ഇഷ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅ താജുൽ ഉലമയുടെ ആക്കി ഏറ്റവും വലിയ സേവ എന്തെന്ന് ഇൽമുക്ക് സേവ ആക്കിയിട്ട് സയ്യിദാണ് വലിയ പവർ തന്നെ അതിങ്ങനെ ധർമ്മത്ത് കിട്ടിയതല്ലേ സയ്യിദിന് ചൊല്ലുന്നത് എന്തരല്ല ധർമ്മത്ത് കിട്ടിയെങ്കിൽ വിഷയം വലിയ മഹത്വമുണ്ട് പവറുണ്ട് പക്ഷേ ഈ ചൊന്ന ഒരു അത്ഭുതകരമായ പവർ കിട്ടിയ ഇൽമിനെ ഹയാത്താക്കിയിട്ട് ഇൽമു പഠിച്ചിട്ട് അതുകൊണ്ടാണ് ലാ തഖുദൻ മാലർ റിബ ഖദ് ലാസിമ മൻഉ തസറുഫിൻ ബിഹുക്മിൻ ഹുതിമ ലാ തഖുദൻ നിശ്ചയം നീ പിടിക്കരുത് മാലർ റിബ പലിശയുടെ ബഡ്ഡിൻ്റെ പൈസ നീ പിടിക്കണ്ട ഖദ് ലസിമ മൻഉ തസറുഫിൻ തസറുഫ് ഉണ്ടല്ലോ കൈകാര്യം ചെയ്യലിനെ തടയൽ ലാസിമായിരിക്കുന്നു ബിഹുക്മിൻ ഹുതിമ നിർബന്ധമാക്കപ്പെട്ട ഹുക്കുമ കൊണ്ട് വഡ്ഡി വ്യവഹാരം പാടില്ല അത് ഒഴിവാക്കണം 400 ആയിക്ക് മുന്നത്തത് ഇതെത്ര 478 ഫമാ ഉബിഹഫൽ അതുകൊണ്ട് വഹദർ ലി അംവാലിൽ യതീമി ഇദാ ഖതുബ് ലിഫാഇലിൻ മാ തദബ്ബർതൽ കുതുബ് വഹദർ നീ പേടിക്കണം ലി അംവാലിൽ യതീമി യതീമിൻ്റെ സ്വത്തുകളെ പേടിക്കണം ഇദാ ഖതുബുൻ അത് ഭയങ്കര ഡേഞ്ചറാണ് യതീമിൻ്റെ സ്വത്ത് എടുക്കണ്ട ഡേഞ്ചറാണ് അപ്പോൾ ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഭാര്യ ജാഗ്രത ആക്കണമെന്ന് ചൊല്ലിട്ട് ഇരിക്കല്ലേ കുറേ സ്വത്തെല്ലാം പിരിച്ചിട്ട് കണക്കേക്കുമ്പോൾ ചെന്നോളാം അത് കണക്ക് ഞാൻ ചൊല്ലൂല അയാളെ കവറും വിട്ട് പോയി ചെല്ലാനായിട്ട് ആരെ ഒരു മരിച്ചാലെ പേരിലാണ് സ്ഥാപനമാക്കിയത് ഒരു ഉദാഹരണം അപ്പോൾ ഒരാൾ ചെന്നത് കണക്ക് അതീതൽ കേൾക്കുമ്പോൾ അത് നിങ്ങളൊട്ടിക്ക് ചൊല്ലോണ്ടില്ല അയാളോട് പോയി ചൊല്ലാൻ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് മനുഷ്യന്മാർ മങ്കാക്കടെ വിഷയം കേൾക്കണ്ട നാണ പപ്പ കബർ സുലാഭല്ലേ ഡെയിലി പോയിട്ട് കബറിൽ കണക്ക് കൊടുക്കാം ഇങ്ങനത്തെ എല്ലാ വിഷയം വഹദർ ലി അംവാലിൽ യതീമി ഇദാ ഖതുബ് ലിഫാഇലിൻ പ്രവർത്തിക്കുന്നവനിക്കത് വലിയ ഡേഞ്ചറാണ് അതുകൊണ്ട് അമാ തദബ്ബർതൽ കുതുബ് കിതാബുകളെ നീ ചിന്തിച്ചിട്ടില്ലേ നീ മനസ്സിലാക്കിയിട്ടില്ല അതിൽ പറയുന്നല്ലേ ഇത് തദ്കീറത്തുൻ നാസി ബികുൻ മുഹദ്ദിറ ജമീഅഹു വഹുവ അല്ലദീ ഖദ് ഖുസ്സിറ തദ്കിറത്തുൻ നസീബി ഭാഗ്യക്കുറി അതാണ് ഭാഗ്യത്തിൻ്റെ ടിക്കറ്റ് ലോട്ടറി ഉണ്ടാ കേരളത്തിൽ പോയി ലോട്ടറിൻ്റെ ടിക്കറ്റ് ലോട്ടറി ചൊന്നെങ്കിൽ അത് ഒരു ഭാഗ്യക്കുറി ചൊല്ലേ ജൂജാണ് അത് ഡെയിലി എടുത്തോണ്ടിക്കട സുബൈക്ക് പോയിട്ട് ലോട്ടറി നമ്പറെല്ലാം കറക്റ്റ് നോക്കിയിട്ട് എടുക്കട ഓന് എത്ര 10 വർഷം വന്നിട്ട് ഇക്കാലം ഓണ്ട് എത്ര പൈസ പോയിട്ട് കേൾക്കണോ അതിന് ഇസ്ലാം അതിനെല്ലാം ഇല്ലാണ്ടാക്കിയത് മനസ്സിലാക്കി ഇത് ചൊന്ന ഇതിൻ്റെ അർത്ഥമല്ലേ നീ അത് എടുക്കോ തീര എന്തേ ചൊന്നെങ്കിൽ അത് ചിലപ്പോൾ ലക്കിൽ ബന്നെങ്കിൽ ബന്തബ്ബ ലക്കിൽ ബന്നെങ്കിൽ ബന്ത അങ്ങനെ ഉണ്ടല്ലോ ചില ആൾമാർ അമലെന്തോ ആക്കില്ല അവൻ നല്ല ആളെന്തോ ആവില്ല നാണ് അയാളെ ആളുണ്ട് ചൊല്ലു അത്രേ നാണ് കാരണം അയാൾ പോണ്ടേ സ്വർഗത്തെ നാണ് പോണ്ടേ മെയിൻ നൻ്റെ അയാൾ വിടല്ല അത് ലക്കിയബ്ബ ചാൻസ് കിട്ടിയ ചാൻസ് അതേ സമയത്ത് നിൻ്റെ ഒട്ടിಗೆ ചില കാര്യങ്ങൾ കൽപ്പിച്ചില്ല അള്ളാഹു ഞാൻ ഇങ്ങനെ ആക്കിയ മാത്രം ബച്ചാവ് അവിടെ അള്ളാഹ് ചെന്നറല്ലേ നീ കുറച്ച് പണി ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രം ബച്ചാവ് അവിടെ അത് ഞാൻ ആ നിയമപ്രകാരം പോണു അല്ലേ ബെൽറ്റ് ഇട്ടിട്ട് പോണു പിന്നെ എനിക്ക് പ്രത്യേക ഷർട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നിയമം അത് അതെല്ലാം പാലിക്കണ്ടേ ഡ്രൈവിംഗ് ഗ്രൗണ്ട് അപ്പോൾ ഒരുത്തന്നൊക്കെ ഫോൺ ആക്കിയിട്ട് ചൊന്നേ അതെന്ത് വേണ്ടല്ല പോലീസ് അഞ്ഞെല്ലാം ഉണ്ടെന്ന് അങ്ങടെ വിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം ബെൽറ്റ് ഇടാണ്ട് പോണ്ടേ ഉള്ള ആ ഇൻഷുറൻസ് അത് ഇതെല്ലാം അന്ന് ഔത്തിൽ വെച്ച് പോയാൽ കാരണം വിട്ടാറല്ലേ അവിടെ വിട്ടെവിടെ അവൻ്റെ മാത്രം വിട്ടു എൻ്റെ പിടിച്ചാറ് അപ്പോൾ അത് ബൈ ചാൻസാണ് അവൻ രക്ഷപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് ഒരുത്ത 30 kg കടത്തിയോളാം എന്തേ 30 kg ലഗേജ് 20 kg മാത്രമേ ഉള്ളേ 30 kg അവൻ്റെ തൂക്കിയിട്ടേ ഇല്ല നല്ലത് വിട്ടാറുണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടേ അവൻ്റെ പിടിച്ചാറ് ബാക്ക്ഗ്രൗണ്ട് പിടിച്ചാറ് ഇപ്പോൾ എയർപോർട്ടെല്ലാം പോയിട്ട് മുന്നോൾ പോണ്ടെങ്കിലുള്ളവരല്ലോ ഫ്ലൈറ്റിൽ അങ്ങ് ഫോൺ ആക്കിയിരിച്ചല്ലേ ലഗേജിൽ ഞങ്ങൾ സംസമെല്ലാം ഇട്ട് എന്തോ ആയിട്ടില്ല പാസ് ആയിട്ടുണ്ട് നിയമം എന്തിനാ ഇടൊക്കെ തീരാണ്ട് അപ്പോൾ ഇങ്ങനെ ചൊല്ലത് വിചാരിച്ചിട്ട് കുറേ ആൾമാർ പിറകിട്ട് പോകണം ഇട്ട് കൊണ്ട് ബാഗെല്ലാം പൊട്ട് മാറ്റി വിട്ടാറ് എന്താവണ് ഇറങ്ങിക്കൊണ്ടിരുന്ന കാണും ചിലപ്പോൾ ചെക്കാക്കുമ്പോൾ എന്തോ ചാൻസിൽ ബച്ചാവായില്ലേ അപ്പോൾ ഈ ചൊന്ന ബച്ചാവല്ല നണ്ട് അയാൾ ബച്ചാവാക്കിയാലും ഇതെല്ലാം ബൈ ചാൻസ് ആയെങ്കിനെ ചെയ്യും ചാൻസ് ഉണ്ട് പക്ഷെ നാണ് നണ്ടൊട്ടിക്ക് ചൊന്ന പണിയെടുക്കാണ്ട് ഇതിലെന്താ വിചാരിച്ചെങ്കാവാ അങ്ങനത്തെ കുറേ ആൾമാരുള്ളാർ അപ്പോൾ ഈ ഭാഗ്യക്കുറിയും ചൊല്ലത് അത് മനുഷ്യന്മാരെ നട്ടം തിരിക്കുക ഒരു 10 വർഷം എടുത്തവന് ചിലപ്പോൾ കിട്ടാത്തവൻ നിൽക്കുക അവൻ്റെ അവസ്ഥ എന്തായിട്ടിരിക്കും അവൻ ആത്മഹത്യയൊക്കെ വേറെ എന്ത് വേണം പൈസ എത്ര പോയിട്ടിരിക്കുക
ഇസ്ലാം ചൊല്ലി ഇങ്ങനത്തെ വിഷയം എന്തുമല്ല, നേരെ എട് കൊടു, പൈസ കൊടുത്ത സാധനം വാങ്ങിയ തിന്തവിടെ ലിങ്കില്ല. പിന്നെ ഇൻ്റെ ഓർത്താക്ക് മെസ്സേജ് ആക്കുന്നത് ഇൻ്റെല്ല ഇതെല്ലാം കാട്ടിയിട്ട് തീരാണ്ട് എത്ര ചൊന്നെങ്കിൽ പിറകു പുതിയത് വരുമ്പോൾ ഇത് തീരുവാണ് കേൾക്കണം ഉണ്ട്. നിങ്ങൾ മുഞ്ഞാൽ അത് ചെന്നത് ഓക്കെ, അത് തീറ, ഇത് തീരുവാ, ഇതും അതുവേ അതിരെ കുഞ്ഞാവാ, അതിരെ മൂത്തോണ്ണി ഇത് അല്ലെങ്കിൽ അതിരെ എല്ലാം ഉണ്ട്. അപ്പോൾ പല കള്ളിടെ പുതിയ കുപ്പിയിലാക്കടെ ചൊല്ലൈക്ക് അത് തീരവെക്കൂ, ഇത് തീരുവാ, ഇത് നോക്കുമ്പോൾ എല്ലാം എന്തരമോ ചേഞ്ച് വിഷയം എല്ലാം അതുവേ. നീನು എടുക്കണം, എടുത്തിട്ട് പിന്നെ ഒരുത്തരെ കൂട്ടണം, പിന്നെ വേറെ എന്തോ അവനാക്കിട്ടിരിക്കും, അവൻ്റെ തലയിൽ എന്തോ ഉദിച്ചിട്ടിരിക്കും. അവനൊരു ജണ്ടാലെ കൂട്ടണം, അവൻ ലെഫ്റ്റിലും സമ പറഞ്ഞു റൈറ്റിലും സമ പറഞ്ഞു, ഇഞ്ഞ ജണ്ടാൽ പിന്നെ അവന് കൂട്ടുക, അവൻ രണ്ട് സൈഡിൽ പറഞ്ഞോളൂ. ഇങ്ങനെ വന്നുകൊണ്ടില്ല മുങ്ങടല്ലേ കപ്പോൾ, അങ്ങനെ ആണെങ്കിൽ പൈസ വന്നുകൊണ്ടിരിക്കില്ല. ആരെ പൈസ ഇതിൽ കുറേ ഞാൻ ചൊന്നല്ലേ കുറേ മഹിളമാർ കൂടിയാറ് സനക്ക് ഇങ്ങനെ അയാൾ തൗത്തിയത്തങ്ങനെ മഹിളമാർ കൂട്ടിയാറ് ചൊന്നെങ്കിൽ ഞങ്ങൾ എന്താ വിടും, മഹിളമാരെ കൂട്ടിയാറല്ലേ ഞാൻ ചെന്നേ മഹിളാറല്ല കാളിയാർ കൂടിയെങ്കിൽ ഇതപ്പേൻ തല വെച്ചായിട്ടിരിക്കും അറുതായിത്ത. അതുപോലെ ഈ അതെ ലക്കി ഡ്രാൻറ്റെല്ലാം ഉണ്ടല്ലേ, ഭാര്യയെങ്കിൽ പിന്നെ കെട്ടോകയില്ല. ഇത് മനുഷ്യരെങ്ങനെ നിപ്പാട്ട് ഭാര്യം കെട്ടോയില്ല. പോയെങ്കിൽ 1000 രൂപ കിട്ടിയെങ്കിൽ ഒരു കാറല്ലേ 10 ലാക്കടെ, പോയെങ്കിൽ 1000 രൂപ കിട്ടിയെങ്കിൽ 25 ലാക്കടെ ആവാ ഏനുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്താ അവിടെ വേഗം അതിന് ഇസ്ലാം ചൊന്ത് അങ്ങനത്തെ വേണ്ട. അതല്ല ജാഹിലിയത്തിൽ ഇങ്ങനെ പൈസ ആക്കിക്കൊണ്ട് ഇന്ന് എത്രയോ കള്ളന്മാരിന്നാർ നെഞ്ഞ് കള്ളന്മാർ ചൊല്ല പണിയെടുക്കില്ല, ആറാറ് പൈസ എന്താക്കടോ ഇങ്ങനെ വിളിക്കരുത് വെറുതെ പാവത്തങ്ങളെ പൈസ എന്തിനാ അങ്ങനത്തെ സ്വർത്തുക്കളെ വേണം. ഇത് മനുഷ്യന്മാർക്ക് അർത്ഥമാവില്ലേ, അവ കിട്ടറല്ലേ എന്ന് ചൊല്ലി അവ കിട്ടറല്ലേ ആറ് ഒരത്തക്ക് 10,000 ആൾ കൂടിയിട്ട് ഒരത്തക്ക് കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾ നോക്കിയിട്ട് ബാക്കി ഇങ്ങനെ അവർ മങ്കാക്കോത്തിവിടുക മനുഷ്യന്മാരെ. അപ്പോൾ എന്നെ തദ്കിറത്തുൻ നസീബി ഭാഗ്യത്തിൻ്റെ ടിക്കറ്റിനെ കുൻ മുഹദ്ദിറൻ നീ അതിനെ പേടിക്കുന്നവനാകണം, ജമിയാവും അതെല്ലാത്തിനെയും പേടിക്കണം. അങ്ങനെ ഒരാൾക്ക് 10 ലാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ബർക്കത്തിക്കാല നീ നയിച്ചിട്ടുണ്ടാക്കട 10 ലാക്ക് വേറെ ഈ വക്രായിട്ട് ഉണ്ടാക്കട 10 എങ്ങനെ തീരുണ്ടില്ല അല്ലേ. സുബൈക്കൊരുത്ത ബസ്സിൽ പോയോണ്ടിരിക്കുമ്പോൾ 10 ലാക്ക് കിട്ടിത്തവണു എല്ലാം എടുത്ത അത് 3 പോയിട്ടല്ല പൈസ. അവൻ ചെന്നോളെ ನಾನು ಇಂದು സുബൈക്ക് ദ്വാർന്ന് വന്നിട്ട് നിരിക്കാത്ത ഭാഗത്തിൽ എന്ത് കിട്ടണം 10 ലാക്ക് കിട്ടണം. എങ്കിൽ ഓൻ നയിച്ചിട്ടുണ്ടാക്കട 100 രൂപ ബർക്കത്തിക്കും ഈ 10 ലാക്ക് ബർക്കത്തിക്കാല. ഓൻ പോയി വരുമ്പോൾ ഈ 10 ലാക്ക് തീർക്കണോ, എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കൊണ്ട് കിടാവ് സാരെല്ലാം ഉണ്ടാവും, 10 അല്ല 15 ലാക്ക് വെക്കണോ. അല്ലാത്ത സമത്തിൽ പോകണ്ടെങ്കിൽ എത്ര ഒരാൾ നയിച്ചിരമേ 200 രൂപ നയിച്ച ആ സാർ വന്നാൽ അവന് ചായ കുടിക്കും അങ്ങടി പറ്റിയ നോക്കുമ്പോൾ 200 രൂപയുടെ ചില്ലറാക്ക് വർത്താൻ വന്ന് പൈസ കൊടുത്താൽ, ചോറിന് ഭർത്താവ് വേറെ അടുത്ത വന്ന് പൈസ കൊടുത്താൽ, ഔത്തുൽ വന്നിട്ട് പിത്യാൻസ് പുറത്ത് പോകുമ്പോൾ 200 ഭദ്രമുണ്ട് എട്ടിയുണ്ട് എന്തായിട്ടില്ലേ ആവല്ല ആക്കടവൻ പഠിച്ചോണല്ലല്ലോ. അപ്പോൾ അതിനെ ചോദിച്ചാൽ വെറുതെ ഇല്ലാത്ത പൈസ എന്തെല്ലാം ആക്കിയിട്ട് ഇട്ടാണ്ടെങ്കിൽ അത് നാശാണ്. അത് വഹുവല്ലതി കത് കുസ്സിറ അത് ചുരുക്കപ്പെട്ട ഒന്നാണ്, വർക്കത്തില്ലാത്ത ഒന്നാണ്. എത്ര ലാക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് വർക്കത്തില്ലേ. പിന്നെ ലഹു ലിമൻ ഹി എത്ര നമ്പർ ഉണ്ടാ, ഏത് 40 അതിന് മുന്നത്തത് കിട്ടിയിട്ടില്ല. ലഹു ലിമൻ ഹി കഥീരിൻ ജംഇൻ ശബാഹു നിഖ്താല ഉമൂമൽ മൻഇ അത് കിട്ടിയിട്ടാ. ലഹു ഇതിനിക്കുണ്ടു ലിമൻ ഹിയിൻ കഥീരിൻ ജംഇൻ വിരോധിക്കപ്പെട്ട ധാരാളം കാര്യങ്ങളോട് ശബഹുൻ തുല്യതയുണ്ട്. എങ്ങനത്തെ തുല്യത? ഇഖ്തദാ അത് തേടിയിരിക്കുന്നു, ഉമൂമൽ മൻഇ മൊത്തത്തിൽ ഒരു നിഷിദ്ധത്തെ തേടിയിരിക്കുന്നു, അതുകൊണ്ട് പാടില്ല. ഖിയാസുഹു അല തബർറുഇ അശദ് വഅൻ സബീലിൽ ഖസ്ദി മൻ ഖാസൻ തബദ് ചില ആൾമാരീനെ ഖിയാസാക്കിയില്ല, അത് ഫ്രീ തണ്ടാങ്ങാണ്ട് നിയത്ത് വെച്ചോളേ അവനെങ്ങനെ തണ്ടാറുകൊണ്ട് ഓൻ നിയത്ത് വെക്കറല്ലേ തെച്ചിട്ട് എങ്ങനെ അവനിപ്പോൾ നക്ക് 10 ലാക്ക് തന്നാണ്ടായെങ്കിൽ അവൻ നക്ക് ഹദിയ തന്നേ ഫ്രീ തന്നേ പോലെ. അപ്പോൾ ನಾನು 1000 കൊടുത്ത അത് 100 ഹദിയ കൊടുത്ത പോലെ പിന്നെ നിയത്ത് വെച്ചോളേ തെച്ചിട്ട്. അതുപോലെ ഖിയാസുഹു ഇതിനെ ഖിയാസാക്കൽ അല തബറുയി ഫ്രീൻ്റെ മേലെ എന്താക്കടേ ഫ്രീ ചൊന്ന അവനിങ്ങനെ വാഗ്ദാനം എന്ത് വെക്കോത്തീര മൈൻ ഡയറക്റ്റ് വന്നറിഞ്ഞക്ക് അപ്പോൾ ഫ്രീ തന്നേന്. ഇതോടെ നിബന്ധന എല്ലാം ഉണ്ട്, ഇങ്ങനെല്ലാം ആക്കിയാൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് അങ്ങോട്ട് 10,000 എടുത്തെങ്കിൽ മാത്രം നക്കി ആനുകൂല്യമെല്ലാം കിട്ടൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ തബറുഇൻ്റെ മേലുള്ള ഖിയാസ് അഷദ്ദു അത് വളരെ എടുത്തിട്ടതാണ്, വെറും മോശമാണത്, ഏറ്റവും ശക്തമാണ്. അങ്ങനെ ഒരു ഖിയാസാക്കുക പോകണ്ട, അങ്ങനെ ഇല്ല അറിഞ്ഞ. വഅൻ സബീലിൽ ഖസ്ദി മൻ ഖാസൻ തബദ് എന്തെല്ലാം ആക്കട ഈ കൂറ് കച്ചവടം ആക്കിയിട്ട് അവിടെ ഉണ്ട് 10 ലാക്ക് എടുത്തോണ്ട് 10 ലാക്ക് എടുത്തതാണ് ഉദാഹരണത്തിന്. എടുത്തിട്ട് എന്താ കിടച്ചെന്ന് നിശ്ചിതമായ പൈസ കൊടുക്കണേ. നിശ്ചിതമായ പൈസ കൊടുക്കൽ ഹറാമാണ്. ഒന്ന് ഈ 10 ലാക്ക് ഞാൻ എടുത്തേണ്ടെങ്കിൽ എടുക്കുമ്പോൾ കരാർ എന്താ ഈ 10 ലാക്ക് അങ്ങനെ തരണം 2 വർഷം കഴിഞ്ഞിട്ട് 1 ഉറുപ്പ്യ പറയാവില്ല. ഒന്ന് രണ്ടാമത് ഈ 10 ലാക്കിൽ വർഷം അല്ല തിങ്ങ 25,000 ലാഭം ഓന് വേറെ എന്തെങ്കിലും വേണം. 10 ലാക്ക് ഓന് 7 പെഞ്ഞേരെ ബംഗാർ വിത്തിട്ട് കൊടുക്കുക സൊറാക്കണ്ടല്ലേ ഇങ്ങനെ ചെങ്കി
நான் ஒரு பக்கம் போயிட்டு என்னப்போ சொன்னேன் கூட ஒரு சர்த்து போனில் வச்சு சர்த்து போனில் திந்துறாங்கண்ணே கேட்டேன் அவன் தின்னு கമ്പ്യൂട്ടർ ഉണ്ടല്ലേ എല്ലാം ഈ ബിസിനസ് എതിരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത് മേലേക്ക് ഇലാക്കിക്കൊണ്ടിരിക്കും എന്തോ ഒരു മുസീബത്ത് നോക്കും ഉനക്ക് ആരോഗ്യം ഇക്കാലെ നാശമല്ല ഇതല്ല ഹലാലായതെല്ലാം ഇക്ക് വേറെ വിഷയം മാർക്കറ്റിൽ എന്തെല്ലാം ടൈപ്പ് കൊടുത്ത് ഇറങ്ങും ചില നമുക്ക് തലയ്ക്കേ പോകല അതല്ല അധികവും ഇങ്ങനെയാണ് അതിക്ക് ഉമർ റളിയല്ലാഹു അൻഹു വന്നു മാർക്കറ്റിക്ക് അറിവില്ലാത്തവർ പോകേ തീരാണ് പണ്ഡിതന്മാരല്ലാത്തവർ ഓടൊക്കെ പോകണ്ട ഇങ്ങനെയുണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാഷയിൽ ഉലമാ അറിവുള്ള ആളുകൾ മാത്രം അവിടെ പോയി മെയ് കാരണം ഇത് എന്തിനും ഏതിനും കൊന്തോണം അല്ലെങ്കിൽ കൊന്താവില്ല എങ്ങനെ കൊന്തോണം ഇതാണ് ചോദിച്ചത് അതെ 10 ലാഖ് എടുത്തിട്ട് ആ 10 ലാഖ് 2 വർഷം കറക്റ്റ് തരണം ഓണൂടെ മുങ്ങിയെങ്കിൽ തൊന്തറിയില്ല ഓൻ്റെ കപ്പൽ മുങ്ങിയെങ്കിൽ അത് വിടല്ല അവന് വിടല്ലേ കേസ് കൊടുക്കണം പോയിട്ട് അങ്ങനെ ഒരു കച്ചവടം ഉണ്ടാ ഞാൻ എനിക്ക് 10 ലാഖ് തന്നേൻ്റെ പേരിക്കാം നീ കച്ചവടാക്കിയ 10 ലാഖ് മുങ്ങിയ നീ ചൊന്ന എൻ്റെ ഇങ്ങനെ പോയിട്ട് പൈസ ചൊന്ന ഞാൻ നമ്പണു നീ അമീനല്ലേ അപ്പോൾ 10 ലാഖ് ഇല്ല അത് കച്ചവടമായിട്ട് 2 ലാഖ് പോയിട്ട് ഇപ്പോൾ എനിക്ക് 8 ലാഖ് തറവുള്ളതെന്ന് ചൊന്ന വിടുവാണ് ഇണ്ടത്തെ കച്ചവടത്തെ വിടുറാണോ വിടില്ല എവിടെ വിടുക അപ്പോൾ അതെങ്ങനെ സമയം അവിടെ അപ്പോൾ ഒന്നത് പിന്നെ ചെല്ലെ ആവട്ടെ ഇനി നിങ്ങൾ എന്ത് ലാഭം എങ്ങനെ കൊടുക്കണമെന്ന് ചൊന്ന് നിശ്ചിതമായ ലാഭം കൊടുക്കുമോ തീറാ അതാണ് വിഷയം നിശ്ചിതമായ അപ്പോൾ തിങ്ങ പോണെഞ്ചായിര ഫിക്സ് ഇല്ല ഞാൻ കച്ചവടമാക്കിയിട്ട് എത്ര ലാഭം നക്ക് വന്നിട്ട് ആ ലാഭത്തെ 5ನೇ ಒಂದಾ 6ನೇ ಒಂದಾ ഉദാഹരണം അത് കൊടുക്കണം കണക്കാക്കി കൊടുക്കണം എന്നാൽ കാവില്ലെന്ന് ചൊന്ന കാര്യമില്ല അവലെ നീ കച്ചവടമാക്കി പോത്തീറ ഒന്ന് അപ്പോൾ നാനൊരു 25,000 കൊടുക്കൂടെ അത് നാനൊരു ಅಂದಾಜು ನಕ್ಕೆ தெரியல யாருமே நான் கொடுக்கூடாது யாருமே கொடுக்கூடಲ್ಲ இது ಫಿಕ್ಸ್ ಆಕಿರು കൊടുക്കണം ഉൻ കണക്കാക്കി വച്ചിരു ഞാനത് നൻ്റെ കണക്കിൽ തെല്ല ಯಾರು കൊടുത്തുകൊണ്ടുള്ളേ അത് നൻ്റെ ന്യായമാണ് കുറേ ശരിയത്തുൽ ഇസ്ലാം എന്തിനാ വന്നറ അവിടേക്ക് ഞാൻ ഉപ്പാട്ടിയുള്ളേ കാൽ കൊപ്പാട്ടിട്ട് ചെറുപ്പ് കൊപ്പാട്ടി കാൽ മുറിക്കിടയുള്ളേ കാൽ കൊപ്പാട്ടിട്ടല്ലേ ചെറുപ്പ് മുറിക്കണേ ഇത് ചെറുപ്പ് എന്തായിത്ത് ഞാൻ വന്ന ചെറുപ്പ് എടുത്തത് കുറുതായിത്തുള്ള അവ എന്താക്കല് കാൽ കിട്ടുന്നപ്പോൾ ചെറുപ്പാവില്ലേ അപ്പോൾ കത്തി കൊണ്ടല്ല ചെന്ന് ഇട്ടാക്കി നീ ചെല്ലുമ്പോൾ ചിരിക്കാൻ വരും ഇന്നത്തെല്ലാം സറങ്ങനത്തത് ഇത്ര പാടില്ല ചെറുപ്പു അപ്പോൾ എന്താക്കി ഇത്ര കട്ടാക്കി ഏനുണ്ടു അവനെ മണ്ടേ കൊടുക്കണ്ടേ അവത്ര ജാലിൽ മണ്ണ് റാസി പോകുന്നപ്പോൾ അബ്ബ കേട്ടാ എന്തിനാക്കട ഉണ്ടു എന്ത് പറഞ്ഞ് ആകെ നല്ല ബുദ്ധിമാനായ മോൻ ചെന്നെന്തിരെ ഒരു കിണടുക്കാണ്ട് ഒത്തിരി ജാലിൽ ഫുൾ മണ്ണില്ല റാസി ബുദ്ധിമാനായ മോൻ എന്താ പറഞ്ഞേ അങ്ങനത്തെ ബുദ്ധി ഇത് ಹಬ್ಬ ಕೆಟ್ಟವಳು ಕೆಂತ ಮಣ್ಣಿನ ತಲೆಕಿಟ್ರು വേണ്ടിയിട്ട് സഹിച്ച അവൻ ഞങ്ങളെ ന്യായങ്ങളെല്ലാം ഇങ്ങനത്തത് അപ്പോൾ എന്തൊരു ന്യായമുണ്ട് ചൊല്ല ആൾമാരൊട്ടിയെ ന്യായമുണ്ട് ഞാൻ ചെന്നില്ല അനധികൃതമായിട്ട് പൈസ എടുത്തിട്ട് അവന് തീരാച്ച് വന്നിട്ട് അവൻ ചൊല്ലേ ഇതെല്ലാം ഹിക്മത്ത് നക്കത് മറക്കല മാത്ര ഹിക്മത്ത് അതുണ്ട് ഇതെല്ലാം ഹിക്മത്ത് ഉസ്താദ് അതെല്ലാം വേണം അജ്ജിലവിടെ വെച്ചിട്ട് എന്ത് ഹിക്മത്ത് അപ്പോൾ ആ ഹിക്കുമത്ത് നക്ക് ഇണ്ട് അർത്ഥമായിട്ടില്ല എന്തിനാ കുറേ ന്യായമെല്ലാം അവൻ ചൊന്ന് നക്ക് തല വെച്ചയത്ത് അയത്ത ഉണ്ട തയ്ച്ചു അപ്പോൾ വിചാരിച്ചിരിക്കുക ഇങ്ങനെ എന്ത് ഹിക്കുമത്തില്ല പേര് പൊട്ടമ്മ അവൻ അത് പറഞ്ഞേ ഇങ്ങനത്തെ ദുനിയാവ് ബോളാ വിചാരിച്ചിരിക്കും അതോ ദുനിയാവിൽ ബോളായ ತೊಂದರೆಯಿಲ್ಲ അവിടെ എന്താ ಹೆಂಗೈತೆ ബുദ്ധിമാൻ എവിടെ ಹೆಂಗೈತೆ വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു ആ ഊടർ വലിയ ബുദ്ധിವಂತ ഹിക്മത്തറവನು അവിടെ പോയിട്ട് അവൻ ചൊല്ല നക്ക് ബുദ്ധിയില്ല ಅಂತ ഓൻ്റെ പോലത്തെയൊക്കെ ചൊല്ലാറ് നീ ഭയങ്കരല്ലബ്ബ ಅಂತ അവൻ്റെ ഒരു ചൊല്ലാറ് അപ്പോൾ അവന് പിന്നെ ക്വസ്റ്റ്യൻ അവിടെ നീ അങ്ങനെ ആക്കിയമാ സെറ്റിംഗ് എല്ലാം ആക്കിയല്ലേ മാഷാ അല്ലാ അങ്ങനെ ചൊല്ലേ അപ്പോൾ പേർക്ക് അത് സമാനം അല്ലാന്ന് ചൊന്നവൻ്റെ അർസാണ് ഒരു മനുഷ്യരെ തടിയിൽ ഇപ്പം നിൻ്റെ തടിയിൽ ഉദാഹരണത്ത് കമ്മീസറുകൾക്ക് തേളുണ്ടെന്ന് ചെന്നവരിക്കാം നോക്കലുണ്ട് പേടിയെത്താണ് നിൻ്റെ ഓണ്ടുള്ള ഓടി വന്നിട്ട് ഓർത്ത് ചെന്നത് നീ കമ്മീസ് മാത്രമല്ല തേളുണ്ടാ ഞാൻ തേളു ചെന്നെങ്കിൽ പേടിയാവല്ലേ റൊപ്പ നീ എടുത്തിട്ട് എന്താക്കും അതിൽ കൊടവ ചെളുള്ളോക്കു ಊಂಡೊಟ್ಟಿ ಎಂದು ಕೊಸಿಯಾವನು ಚೊಂದ ಉಂಡೊಟ್ಟಿ ಅವ್ರು ಕೊಸಿಯಾವಲ್ಲೇ ಚೊಂದೇ ಸಲ ಪಾಂಬು ಉಂಡು ಚೆನ್ನ ಎನ್ನೋ ಕಮೀಸರೊಳಗೆ ಪಾಂಬು ಹೊತ್ತಿರೋ ನೀನು എൻ്റെ എന്താക്കിയ പുനർജന്മ തന്ന നക്ക് നീ അപ്പോൾ അവൻ്റെ എത്ര കൊസിയാവത് ഭൗതികമായ ദുനിയാവുടെ വിഷയം തടി പോണ്ട വിഷയമാണ് അതേ സമയത്ത് അവൻ്റെ ചൊന്ന് നിൻ്റെ ഇങ്ങനെയെല്ലാം ഉണ്ടു ഇതെല്ലാം നിൻ്റെ ആഹ്റത്തെ ബച്ചാവാക്കരുതല്ല ബെടക്കാക്കരുത് നാശാക്കരുത് നിൻ്റെ കച്ചവട സമയമില്ലേ നിൻ്റെ വ്യവഹാര സമയമില്ലേ നിൻ്റെ പലക്ക സമയമില്ല നീ സമാക്കണു ചൊന്നെങ്കിൽ നീ ആര് ചൊല്ലോ കേൾക്കണം നിൻ്റെ കവർ നീ വണ്ടേ നേരെ ഉൾട്ടാ നിൻ്റെ തടിയിലൊക്കെ പാമ്പുണ്ട് ചൊന്നെങ്കിൽ അവനുಗೂ ഓന് ചങ്ങായി നൻ്റെ നീ ബച്ചാവാക്കു വന്നല്ലബ്ബ നേരെ അതേ സമയത്ത് അവൻ അങ്ങനെ കച്ചവടമാക്കിക്കൊണ്ടുള്ള ഞാൻ പോയി അവിടെ പോയിട്ട് ചെന്ന ഈ ഇങ്ങനെയുള്ള കച്ചവടമാക്കടേ കച്ചവടത്തിൽ ഇങ്ങനെ ട്രിക്സ് എല്ലാം ഉണ്ട് കുറേ ട്രിക്സ് ചൊന്ന് കൊടുത്ത് അവൻ എഴുതിയെടുക്കടേ വെച്ചിട്ട് ഏതെല്ലാം നാലല്ല പിന്നെ പ്രയോഗമാക്കോ എന്നുള്ള നിങ്ങളെ പോലത്തെ ആൾമാരായി വേണേ ഇവിടെ അല്ലേ നീ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ബാന്യ ലാഭമുണ്ട് ഞങ്ങൾക്കത് ബാന്യത്താലെ പിടിക്കൊണ്ടിട്ടില്ല എല്ലാവരും ഞങ്ങൾ കണക്കി ഇഷ്ടമാരായെങ്കിൽ ആരായെങ്കിൽ വ്യവഹാരത്തിൽ എല്ലാത്തിലും എന്തിനു വേണം
ശുദ്ധിനെ മാത്രം ഇപ്പം ഇതിലും ചൊന്നല്ലേ അല്ല അങ്ങ് പഠിക്கிறார் എത്ര മൈലമാറുള്ളാർ ഇത് കൂടിയിട്ട് പൈസ അവിടെ അല്ലേன்னு சொல்லாங்க പൈസ അവിടെ ചൊന്ന് ഇങ്ങനെ പൈസ ആക്കിയാങ്കോ നോക്ക് തീന്തല്ലത് ഖിയാസുഹു അല തബറുഇ അഷദ് വഅൻ സബീലിൽ ഖസ്ദി മൻ സന്തബദ് വഅൻ സബീലിൽ ഖസ്ദി നേരായ വഴിയെ തൊട്ട് ഇൻതബദ തെറിച്ചു പോയിരിക്കുന്നു മങ്കാസ ഇതിനെ തബറുവിനോട് ഖിയാസാക്കിയവൻ തെറിച്ചു പോയിരിക്കുന്നു ഞാനുണ്ട് നേരായ വഴിയെ തൊട്ട് തെറിച്ചു പോയി അതായത് ഇങ്ങനത്തെ വഡ്ഡി ഹറാമായ പലിശ അത് ഇത് പൈസ എല്ലാം എടുത്തിട്ട് അങ്ങനത്തെ കുരിയെല്ലാക്കിയിട്ട് ഈ ചൊന്നെങ്കത്തെ ഭാഗ്യക്കുരിയാക്കിയിട്ട് അതിൽ എന്തെന്തരുടെ മേൽ അവൻ എന്താക്കുക തുലനാക്കിക്കൊണ്ടുള്ള ഇത് അതുപോലെ അല്ലേ അങ്ങനത്തെ ഒരാൾ നേരായ വഴിയെ തൊട്ട് തെറിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു നേരെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇത്ര ആശയങ്ങളുണ്ട് നോക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്